श्री जोशी जी, क्षेत्रीय प्रचारक, राष्ट्रीय स्वयंसेवक संघ, थोड़े से देर से आया, बड़ौदा से सीधा रेलवे स्टेशन से इधर आया, स्नान करके इधर आया, उसको मैं स्टेज में बुलाता हूँ। अनिल कुमार हमारा जनरल सेक्रेटरी, उसको सत्कार करें। അതുപോലെ തന്നെ പ്രസിഡന്റ് അയ്യപ്പ സമാജം ചന്ദ്രപൂരിൽ നിന്ന് അയ്യപ്പ സമാജത്തിന്റെ പ്രസിഡന്റ് ഭണ്ഡാരയിൽ നിന്ന് 12-15 ആൾക്കാർ അജയ് സുനിൽ നായർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെല്ലാം സംഘത്തിന്റെ വ്യവസ്ഥയിൽ കൂടെ വന്നവരാണ്. സ്റ്റേറ്റ് ബോർഡിലും CBSEയിലും ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങാണ്. ഫസ്റ്റ് ആണ് കൊടുക്കുന്നത്, സെക്കൻഡ് ഞങ്ങൾ ചൂസ് കഴിയതിൻ്റെ ഇതിനകത്ത് ചെയ്തിട്ടില്ല. സ്റ്റേറ്റ് ബോർഡിൽ ക്ലാസ് 10ൽ 2 മാർക്ക് ഷീറ്റാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ചിരിക്കുന്നത് സൂരജ് സനൽകുമാറാണ്. സൂരജ് സനൽകുമാർ സ്റ്റേജിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്ത് 10th സ്റ്റാൻഡേർഡിൽ CBSEയിൽ 5 മാർക്ക് ഷീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ചത് 97.60% ആണ്. ആദർശ് നായർ സ്റ്റേജിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്തത് 12th സ്റ്റേറ്റ് ബോർഡാണ്. ഒരു സർപ്രൈസാണ്. ഇതുവരെ ഒരു മാർക്ക് ഷീറ്റ് പോലും ഇന്നലെ വരെ സമയം കൊടുത്തിട്ടും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് 12th CBSEയിൽ 2 മാർക്ക് ഷീറ്റ് കിട്ടിയിട്ടുണ്ട്. അതിൽ 93% വാങ്ങിച്ച ആതിര മോഹൻകുമാർ സ്റ്റേജിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്തതായി ഹിന്ദുമിത്ര മണ്ഡൽ കഴിഞ്ഞ വർഷം ഒരു പൂക്കളം അത്തത്തിന്റെ ദിവസം. ഈ വർഷം 25 കുടുംബങ്ങളിലെ കുട്ടികളാണ് പൂക്കളമിട്ടത്. ഹിന്ദുമിത്ര മണ്ഡലിന്റെ ഏരിയ കമ്മിറ്റി മെമ്പേഴ്സ് വീടുകൾ സന്ദർശിക്കുകയും അത്തപ്പൂവിന്റെ ഫോട്ടോ എടുക്കുകയും ചെയ്തു. വരും വർഷങ്ങളിൽ ഈ ഉദ്യമനത്തിന് കൂടുതൽ ഹിന്ദു കുടുംബങ്ങൾ മുൻപോട്ട് വരും എന്ന പ്രതീക്ഷയിൽ ഈ മൊമന്റോ ഏറ്റുവാങ്ങാൻ വേണ്ടി ഞാൻ പേര് വിളിക്കുന്നു. ഒരു വീട്ടിൽ നിന്ന് അഥവാ 2 കുട്ടികളുണ്ടെങ്കിൽ ഒരുമിച്ച് വരാം. ഒരു മൊമന്റോയാണ്, കൺഫ്യൂഷൻ ആകരുത്. ഞാൻ പേര് വിളിക്കാം. 25 മൊമന്റോയാണ്. ലക്ഷ്മി നായർ മനീഷ് നഗറിൽ നിന്നാണ്. ചൂടുകൂടിയുണ്ട്. അപ്പൊ അടുത്ത ലാവണ്യ നായർ അടുത്ത് വന്ന് നിൽക്കുക. രവീണ നായർ, ഇത് ഇട്ടവർക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. സമയം പെട്ടെന്ന് നമുക്ക് ലാഭിക്കാം. ടീച്ചറെ ആദ്യമായിട്ട് കിട്ടിയാണ്ട് ഇച്ചിരി സമയം വൈകിയെന്ന് പറഞ്ഞാലും എല്ലാവരും സഹകരിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. ഓടിയോ, ഇങ്ങനെ വന്നാൽ പറ്റത്തില്ല കേട്ടോ. എളുപ്പം വന്നിട്ടില്ല. അജയ് പിള്ളയുടെ മകളാണ്. അജയ് പിള്ള ആരാ വന്നാലും വാങ്ങിക്കാം കേട്ടോ. ഐശ്വര്യ കൃഷ്ണദാസിന്റെ മകൻ. അദ്വിക് നായർ, സിന്ധു ആൻഡ് ഭാവന നായർ. ഇവരെല്ലാം അടുത്ത് തന്നെ കുറച്ച് സ്റ്റേജിലൂടെ അടുത്തോട്ട് വരിക. ശരണ്യ നായർ നേതാജി അപ്പാർട്ട്മെന്റിലുള്ളതാണ്. സഞ്ജന നായർ, ആവണി പവിത്രൻ, ഭാമ ആൻഡ് ഭാവന മേനോൻ. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയൊരു അറിയിപ്പുണ്ട്. ഇത് ഞങ്ങൾ ഇതിനൊരു ബ്രേക്ക് വയ്ക്കുന്നില്ല. അപ്പോൾ വാഷ്റൂമിലോ വല്ലതും പോകണമെന്നുണ്ടെങ്കിൽ ലേഡീസിന് സെപ്പറേറ്റ് സൈഡിലും ആണുങ്ങൾക്ക് റൈറ്റ് സൈഡിലും വളരെ സൗകര്യമുണ്ട്. അതിന് പോയിട്ട് വന്നേക്കാൾ ഞങ്ങളൊരു ബ്രേക്ക് ഇതിനായിട്ട് കൊടുക്കുന്നില്ല. ഭാവന നോക്കണേ. ധൻശ്രീ നായർ, അനില നായർ, ആദിത്യ ഹർഷൻ. ഈ പേര് വിളിക്കുന്നവരെല്ലാം സ്റ്റേജിന് അടുത്തേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആദിത്യ ആൻഡ് അനിരുദ്ധ മേനോൻ,
അച്യുത് ആൻഡ് അക്ഷയ്, ആതിര ആൻഡ് ഐശ്വര്യ അശോകൻ, ഗിരീഷ് കൃഷ്ണൻ, ജിഷ അശ്വിൻ, കൃഷ്ണപ്രിയ, ലതിക സോമൻ, പ്രണവ് പത്മകുമാർ കുട്ടി, ശ്രീലക്ഷ്മി സുരേഷ്, വിനീഷ വിജയൻ. ഇത്രയും 25 കുടുംബങ്ങളിൽ നിന്നാണ് അത്തപ്പൂ ഇട്ടത്. ഈ സ്റ്റേജിൽ ഇതൊരു അംഗീകാരം കിട്ടുമ്പോൾ അടുത്ത വർഷം ഒരു 50-100 കുടുംബങ്ങളിൽ നിന്ന് ഞങ്ങൾ അടുത്തൊരു ഗണഗീതമാണ്. അത് കഴിഞ്ഞ് വീണ്ടും ശശികല ടീച്ചറിന്റെ കൺക്ലൂഡിംഗ് സ്പീച്ച് ഉണ്ടായിരിക്കും. നമ്മളുടെ ഗണഗീതത്തിന്റെ ഈണം നോക്കാതെ അതിന്റെ അർത്ഥവത്താണ്. ജനതേ പണിയുക മഹിമ കലർന്നൊരു രാഷ്ട്രം, നമ്മുടെ ഭാരത ഭാവി ചരിത്രം, വെണ്മ നിറഞ്ഞ വെളിച്ചം വീശാൻ സാഗരവീഥികളതികുതുഹത്താൽ യാഗധരിത്രീ തൃപ്പാദങ്ങൾ ഭക്ത്യാ വന്നിഹ കഴുകിയിടുന്നു, മുക്തി ലഭിക്കുവതിനായി നിത്യം. ഉത്തരഭാഗേ കാവൽ നിൽക്കും മാത്തഹിമാലയ പർവ്വത നിരയും, അനവധി ജനതതി വീണു വണങ്ങും സുന്ദരമന്ദിരമാലാഗണവും, നിണമൊഴുകിടിനരണഭൂമികളിൽ ചുണയൊടൊരു ബുകുല നിധനം ചെയ്യും, വീരത പെരുകിന രജപുത്രോജ്വല പാരമ്പര്യം ചിന്തിക്കൂ നാം. അളവറ്റിടിന സസ്യ സമൃദ്ധ്യ പുളകിത സൈന്ധവ ഗംഗാതലവും, സാഗര ചുംബിത നദികളും അവയുടെ ശാഖകൾ കല്ലോലോലസിതങ്ങൾ, വീരശിവാജി പഴശ്ശി തുടങ്ങിയ വീരന്മാരുടെ കാൽപ്പാടുകളും, എത്ര പുരാതനമെങ്കിലും ഒരു നവ ദീപ്തി കലർന്നത കാണാകുന്നു. അലസത വിട്ടു സമുത്സുകരായി നാം അണയുക മർദ്ദനമാകെ അകറ്റാൻ, ഹിന്ദു സഹോദരരൊന്നായി നിന്നീ ഹിന്ദുസ്ഥാനമുയർത്തിയിടുക നാം. ഉണരുക ഉണരുക ഹൈന്ദവ ജനതേ, പണിയുക മഹിമ കലർന്നൊരു രാഷ്ട്രം, നമ്മുടെ ഭാരത ഭാവി ചരിത്രം, വെണ്മ നിറഞ്ഞ വെളിച്ചം വീശാൻ. ഇനിയും വീണ്ടും ടീച്ചറെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അത് കഴിഞ്ഞ് വന്ദേമാതരം നന്ദി പ്രകടനമുണ്ട്. അത് കഴിഞ്ഞ് വന്ദേമാതരം, അത് കഴിഞ്ഞാണ് ഓണസദ്യ ആരംഭിക്കുന്നത്. ടീച്ചറെ പബ്ലിക് ഡിമാൻഡാണ്. ഞങ്ങളെല്ലാം മറുനാടൻ മലയാളികളാണ്, ഹിന്ദുക്കളാണ്. ടീച്ചറുടെ പ്രസംഗം കേട്ടാൽ ഞങ്ങൾ